Good afternoon, all. Okay, listen here. All of you take your textbook. All of you take your textbook. Page number 52. Page number 52. Okay. Are you ready? Yes. Write the number which comes in between. ഇവിടെ കുറച്ച് numbers തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? Look, tell the number that comes between 14 and 16. 14ന്റെയും 16ന്റെയും between number ഏതാണ്? ആരാ ഞാൻ പറയുന്നതിന് മുമ്പ് എഴുതിയത്? ഭവികയാ. ഞാനങ്ങ് വരട്ടെ കേട്ടോ ഭവിക. പിടിക്കുന്നുണ്ട്. ഓക്കെ റൈറ്റ്. ഇന്നത്തെ ഡേറ്റ് ആ സൈഡിൽ എഴുതണം. ക്ലാസ് വർക്ക് എന്ന് എഴുതണം. ഇന്നത്തെ ഡേറ്റ് CW. ഓക്കെ എന്താ നയിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ ആഫ്റ്റർ നമ്പേഴ്സ് ആയിരുന്നല്ലോ പഠിപ്പിച്ചത്. പഠിപ്പിച്ചത് തന്നെ പഠിച്ചില്ലേ അവൻ? പഠിച്ചു. ആ ഓക്കെ. എന്നാ ഓക്കെ. ഇപ്പൊ ബിറ്റ്വീൻ നമ്പേഴ്സ് ആണ് എടുക്കുന്നത്. ബിറ്റ്വീൻ നമ്പേഴ്സ്. ഓക്കെ. നോട്ട്ബുക്കിൽ എഴുതിച്ചില്ലേ? മിസ് എഴുതിപ്പിച്ചില്ലേ ആഫ്റ്റർ നമ്പേഴ്സ്? നോട്ട്ബുക്കിൽ എല്ലാവരും എഴുതിപ്പിച്ചതാണല്ലോ. എഴുതിപ്പിച്ചതാണ്. നൈജിൽ എഴുതിയില്ലേ? നൈജിലെ ആഫ്റ്റർ നമ്പേഴ്സ് എഴുതിയില്ലേ? ബിഫോർ എഴുതിയിട്ടുണ്ട്, ആഫ്റ്റർ എഴുതിയിട്ടുണ്ട്. ആ ഇനി ബിറ്റ്വീൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. മിസ് രാവിലത്തെ ക്ലാസ് കേറിയില്ലല്ലേ? ഇല്ല. എന്തോ? ഓക്കെ സ്റ്റേ. ഓക്കെ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എടുത്തു. Which number comes between 14 and 16? 14ന്റെയും 16ന്റെയും between number ഏതാണ്? ഏതാണ്? 15. Write 15. 1 5 15. കണ്ടോ? 14 and 16. അവിടെ ഒരു യെല്ലോ ക്ലൗഡ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘം. മേഘം കൊടുത്തേക്കുന്നത് കണ്ടോ? അതിലാണ് നമ്മൾ എഴുതേണ്ടത്. 14 and 16 between number 15. Second one, which number comes between 22 and 24? ഞാൻ ഇവിടെ എഴുതണോ? വേണ്ടേ? നിങ്ങൾക്കറിയാവോ? വെരി ഗുഡ് സ്റ്റുഡൻസ് അല്ലേ? 14 and 16 between number. Between number 80. 40. മിസ്സേ കുത്തി വരച്ചിടാണ്. മിസ് ഇനി ഒന്ന് കുത്തി വരച്ചോ കേട്ടോ. and 16 between number ആണ് 50. 50. Second one, നിങ്ങൾ കുത്തി വരയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഓക്കെ കമ്മിങ്. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പണി. അതിന്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അതാണ് മിസ് അഡ്മിറ്റ് ചെയ്യട്ടെ അവരെ.
46 50 between number. The next one, second one ഏതാണ്? 22 between 24. Which number? Which number? 23. 23. Next, 31 and 33. 31, 34. 33 between number. 34 ആണോ? Number 30. 32. 32. 32 ആണ്. 44 and 46. 44 and 46 between number. ഏതായിരിക്കും അയോൺ സാബിനെ? 44. Which number comes between 44 and 46? Say, please unmute and say. Please unmute and say Ayon. 45. 45. 45. Next, 66 and 68 between number. 66 and Bhavika, please say. Bhavika, please unmute. 27. ഏതാണ് Bhavika? 66 and 68 between number. ഒരു എരപ്പ് മാത്രം കേൾക്കുന്നുള്ളൂ. കംപ്ലൈന്റ് ആണ്. Nagala Fatima, no need. Nigel, say Nigel. Nigel, please unmute and say 66 and 68 between number. 67. 67. 7. അങ്ങനെയെല്ലാം എഴുതിക്കേ. നിങ്ങൾ സ്വന്തം ചെയ്തേ. ഇനി മിസ് പറഞ്ഞു തരികയല്ല. എല്ലാരും സ്വന്തം ചെയ്തേ. അത് വേഗം എഴുതി തീർക്കണേ. അമ്മമാരെ എഴുതരുത്, കുട്ടികൾ തന്നെ എഴുതാവുള്ളൂ. 66 and 68 between number. Next, which number comes between 15 and 17? 15 and 17. Okay, Aramal finish, I think. Yes or no? Finish. Okay. Next, 64 and 66 between number. 64 and 66 between number. Okay, Ayon Sabin, very good. Abhirami finish, good. Bhavyami, very good. Okay, വേഗം എഴുതി തീർക്കണേ. ഭാവിക, very good. നസീം മുഹമ്മദ്, very good. അർജുൻ രാജേഷ്, ഗുഡ്. നോട്ട്ബുക്ക് അല്ല മോനെ, ടെക്സ്റ്റ് ബുക്കിലല്ലേ ടീച്ചർ പറഞ്ഞേ? മിസ് ഏത് ബുക്കിലാ എടുക്കാൻ പറഞ്ഞേ? ടെക്സ്റ്റ് ബുക്ക് എഴുതിയോ? പേജ് നമ്പർ 52-ല് ഉള്ളതാണ് മിസ് പറഞ്ഞത്. നോട്ട്ബുക്ക് അല്ല മോനൂസേ. നസീം മുഹമ്മദ് ഫിനിഷ്, ഗുഡ്. ഷമീൽ, ഗുഡ്. അവേദ്യ, വെരി ഗുഡ്. Angel, finish, very good. Okay, good, Angel. Okay. The group will post ചെയ്യണേ. Christy Joseph, very good. Abna, very good. Kashnath, very good. Elon Ullas, very good. Sirishna, very good.
Jaswil Binu, very good. Gauri Nanda, very good. Mahadiya, please on the video. Jaswil. Rendu veri. Aaron Binoy, very good. Edi kainyo, page number 52 la between numbers. Finish chedo. Ayon Sabin, what happened? Please on the video. Okay, Gauri Nanda, very good. Shamil, finish chedo. Arjun Rajesh, very good. Godwin, very good. Shamil, very good. Anaya Rose, good. Samajna, good. Very good, Dane. Okay. Ellari edhi kanjile, Godwin, very good. Next page nokkike, shapes. Ellari edhi kanjile. Okay. Okay. Next page nokkike, shapes. Tick the shapes that is different. Tick the shapes that is different. Idila endana ore polathe shapes undu, different shapes undu. Adhe polathe allathathu undu. Nokkike ivide rendu circle um oru veroru shape aanu koduttirikkunna. Kando? Annere different shape ine endha cheyande? Tick cheyanam. First one circle aanu, third one circle aanu. പക്ഷെ middle ulla circle ആണോ? അല്ല, അതിന് അന്നേരം ടിക്ക് ചെയ്യണം. അതായത് ഇതാ ഈ സെക്കൻഡ് വൺ, ഈ നടുക്കായിട്ടുള്ളതിന് ടിക്ക് ചെയ്യണം. ഒരേപോലെ അല്ല ഇരിക്കുന്നത്, ഡിഫറെന്റ് ആണ് ഇത്. ഇത് രണ്ടും സെയിം ആണ്, സർക്കിൾ അല്ലെ, സെയിം ആണ്. സർക്കിൾ, ദിസ് ഈസ് സർക്കിൾ. പക്ഷെ ഇതോ ഡിഫറെന്റ് ഷേപ്പ് ആണ് ഇത്. സെക്കൻഡ് വൺ നോക്ക്, 2 സ്ക്വയർ അല്ലെ. ഫസ്റ്റ് വൺ ഈ സ്ക്വയർ, സെക്കൻഡ് വൺ ഈ സ്ക്വയർ, തേർഡ് വൺ ഈസ് റെക്ടാങ്കിൾ ആണ്. കണ്ടോ? എന്നിട്ട് അതിന് ടിക്ക് കൊടുക്കണം. ഗീവ് ടിക്ക്, ഗീവ് ടിക്ക്. നെക്സ്റ്റ് ട്രയാങ്കിൾ ഷേപ്സ് ആണ്. കണ്ടോ? ഈ രണ്ടെണ്ണം ട്രയാങ്കിൾ ഷേപ്പ് ആണ്. പക്ഷെ തേർഡ് വൺ ട്രയാങ്കിൾ ഷേപ്പ് ആണോ? നോ അല്ലേ? അല്ലല്ലോ. അന്നേരം അതിന് ടിക്ക് കൊടുക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇത് റെക്ടാങ്കിള്, ഇത് റെക്ടാങ്കിള്. പക്ഷെ ഇത് റെക്ടാങ്കിൾ ആണോ? നോ, അത് ട്രയാങ്കിൾ ആണ്, സ്ക്വയർ ആണ് അല്ലെ, സ്ക്വയർ ആണ്. അന്നേരം അതിന് ഞാൻ പറയുന്നതിന് മുമ്പ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ടെക്സ്റ്റ് ബുക്കിലെ മിസ് പറയുന്നതിന് മുമ്പ് ഒന്നും ചെയ്ത് വെക്കരുത്. ചെയ്തു വെച്ചാൽ എന്താ കുഴപ്പം? ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാല് മിസ് ഇത്ര പഠിപ്പിച്ചതെന്ന് ചോദിക്കല്ലേ? ഇല്ലേ? അങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് വെക്കരുത് കേട്ടോ. മിസ് പഠിപ്പിക്കുന്ന അത്രയും ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് പേജ്. എല്ലാരും അത് ചെയ്തില്ലേ? ടിക്ക് ചെയ്തില്ലേ? നെക്സ്റ്റ് പേജ് നോക്കിക്കേ. ഷേപ്സ്. ഹെൽപ്പ് ചീക്കി ഫൈൻഡ് ഹിസ് വേ ഹോം ബൈ കളറിംഗ് ദ സർക്കിൾസ്. അതായത് ചീക്കിക്ക് അതിന്റെ ഹോമിൽ പോണം. ഇവിടെ ഒരു ട്രീ ഉണ്ട്. മങ്കി എവിടെ താമസിക്കുന്ന ട്രീയിൽ അല്ലെ? അത് ഈ സർക്കിൾ കളർ ചെയ്ത് നിങ്ങൾ കാണിക്കണം. ഇപ്പൊ കളർ ചെയ്യേണ്ട, ഗിവ് ഹോംവർക്ക്. നെക്സ്റ്റ് പേജ് ആൾസോ ഹോംവർക്ക് ആണ്. നെക്സ്റ്റ് പേജും കൂടെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം നിങ്ങൾക്ക്. പക്ഷെ ഇത് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പാടില്ല. ബട്ടർഫ്ലൈക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പാടില്ല. അത് ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഓരോ കോളത്തില് നമ്പർ തന്നിട്ടുണ്ട്. 10, 30, 40, 60. ഇതിന് ബ്ലാക്ക് കളർ ആണ് കൊടുക്കേണ്ടത്. അത് എവിടെയാന്നൊക്കെ കണ്ടുപിടിക്കാം. 10, 30, 2 ഐസിനാണ് ബ്ലാക്ക് കളർ കൊടുക്കേണ്ടത്. പിന്നെ 40, 60ക്കുമാണ് ബ്ലാക്ക് കളർ കൊടുക്കേണ്ടത്. കണ്ടോ? ഓക്കെ. നെക്സ്റ്റ് യെല്ലോ കളർ കൊടുക്കേണ്ടത് ഏതാ നോക്കിക്കേ. 3, 13, 33, 43, 53. ഇതിനൊക്കെ യെല്ലോ കളർ ആണ്. ഈ നമ്പർ ഒക്കെ വരുന്നിടത്ത് കൊടുക്കേണ്ടത്. നൈജലെ,
What are you doing there? Why are you playing? Huh? Listen here. Okay. Next, violet color ആണ് കൊടുക്കേണ്ടത്. കണ്ടോ? 31. 21 and 31 violet color. Next, red color ആണ്. 4, 34, 44, 64. ഈ നമ്പർ വരുന്നിടത്തെല്ലാം കളർ ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഓറഞ്ച് കളർ ആണ്. 6, 16, 26, 36, 46, 66. ആ 6 വരുന്നിടത്തെല്ലാം ഓറഞ്ച് കളർ ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഗ്രീൻ കളർ. എന്താ മോനെ? നോക്കിക്കോട്ടേന്നോ? ബിറ്റ്വീൻ നമ്പേഴ്സ് ഞാൻ പറയാം. നമുക്ക് സമയമുണ്ട്, ഇപ്പം പറയാവേ. ഓക്കെ. നെക്സ്റ്റ് ബ്രൗൺ കളർ ആണ്. 8 and 68 ബ്രൗൺ കളർ ആണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ കൊടുക്കുക കളേഴ്സ് എടുത്തിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ല കൊടുക്കേണ്ടത്, ഇതിന് ആ കളർ തന്നെ കൊടുക്കണം. ഓക്കെ. ബട്ടർഫ്ലൈക്ക് ഇങ്ങനെ നമ്പേഴ്സ് തന്നിരിക്കുന്ന കളറുകൾ തന്നെ കൊടുക്കുക. ഓക്കെ. All of you open your notebook. All of you open your notebook. Write between numbers. Heading ആണ് നോട്ട്ബുക്കിന്റെ സൈഡില് between numbers. Between numbers. Between numbers. Write neatly, all of you. Write fast. വേഗം എഴുതണം കേട്ടോ. 50. ഇവിടെ ഡാഷ് ആണ് എഴുതേണ്ടത്. മിസ്സിന് അവിടെ കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ഡാഷ് ഇടണം. എന്നിട്ട് 70. അന്നേരം ഇവിടെ എന്തായിരിക്കും ബിറ്റ്വീൻ നമ്പർ വന്നിരിക്കുന്നേ? ഇവിടെ ഏതായിരിക്കും ബിറ്റ്വീൻ നമ്പർ വന്നിരിക്കുന്നേ? 15 and 17 ബിറ്റ്വീൻ നമ്പർ 16. കണ്ടോ? 16 കണ്ടോ? ഇവിടെ ഡാഷ് കൊടുക്കണേ. ഈ 16ന്റെ അടിയിൽ ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ. 16ന്റെ താഴെ ഒരു ലൈൻ വരയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് 22 between 24 between number 23. Next, write fast. Attendance എടുത്തില്ലല്ലോ. വേഗം എഴുതണേ. 46 between number 48. Which number comes between 46 and 48? 47. $50. 2 between number 50, 52 between number ഏതായിരിക്കും അറിയാവോ? 51. $29, 31 between number
29, 31 between number 30. Finish. No, miss. Write fast. Miss, Hmm? What happened? Finish. എഴുതിയോ? No. No. Write fast. മിസ് ഇത്രേ ഉള്ളോ? ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് കുറച്ചെണ്ണം സ്വന്തമായിട്ട് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരിക. ഇതിന്റെ കൂടെ കുറച്ചെണ്ണം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക, എന്നിട്ട് മിസ്സിന് അത് അയച്ചു തരണം. ഓക്കെ? മിസ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ചെയ്താൽ മതിയോ? ടെക്സ്റ്റ് ബുക്കിലുള്ളതാണേലും ചെയ്താൽ മതി, പക്ഷെ നോക്കി എഴുതരുത് കേട്ടോ. ഫിനിഷ് ചെയ്തില്ലേ? ഓക്കെ, ഫിനിഷ്. ഓക്കെ, അർജുൻ ഫിനിഷ്. നസീം മുഹമ്മദ് ഫിനിഷ് ചെയ്തോ? ഫിനിഷ് ചെയ്തോ നസീം മുഹമ്മദ്? ഏഞ്ചൽ. ഓക്കെ, ഗുഡ്. അർജുൻ രാജേഷ്. മിസ് പേര് വിളിക്കാവേ. അമന്ന, മുഹമ്മദ് സിയാൻ, ഭാവയാമി, ഏഞ്ചൽ, അനിയ റോസ്, സമജ്ഞ, എലോൺ, ഭവിക, ലക്ഷ്മി, അഭിലാഷ്. മിസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിച്ചാ മതിയോ? മതി. ഇഷാൻ. ഓക്കെ, കാശിനാഥ്, ആരോമൽ പി, എഡ്വിൻ ജോസഫ്, ഗോഡ്വിൻ, അർജുൻ. എന്താ ഗോഡ്വിനെ ഭയങ്കര ചിരിയാണല്ലോ. നസീം മുഹമ്മദ്, യെസ് മഹദിയ. ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം ചെയ്യണം ടീച്ചറെ. എന്തോ? അത് ചെയ്തില്ലേ? ഞാൻ ക്ലാസ് ടൈമിൽ പറഞ്ഞായിരുന്നല്ലോ. അത് കേറാൻ 2 മിനിറ്റ് വൈകി പോയി, അത് കേട്ടില്ല. അത് ഫുൾ ചെയ്തു. പിന്നെ ടെക്സ്റ്റ് ബുക്ക് തീർന്നു കേട്ടോ, ബട്ടർഫ്ലൈ വരെയുള്ളത്. കളറിംഗ് കേട്ടായിരുന്നു, കളർ ചെയ്യാൻ പറഞ്ഞത് ലാസ്റ്റ്. ഇതിപ്പോ ഈ 5 ലൈനിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ചെയ്തേക്ക്, സ്വന്തം ചെയ്തിട്ടല്ലേ? സ്വന്തം ഹോംവർക്ക് ആണേ. അത് നാളെയോ നാളെ കഴിഞ്ഞോ ആയിട്ട് ചെയ്ത് അയച്ചാ മതി. ഇന്ന് ഒറ്റ ഇരിപ്പിന് തീർക്കണ്ട, പിള്ളേരെ ഒത്തിരി ബലം പ്രയോഗിച്ച്. ഇല്ല. ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കിൽ വേറെ കുറച്ചെണ്ണം കൂടെ എഴുതിയാ മതി. ടെക്സ്റ്റ് ബുക്കിൽ അത്രയും ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് ചോദിച്ചു, സംശയം ഉണ്ടായിരുന്നു. ഓക്കെ. ജസ്വൽ, ആരോമൻ അല്ല, ആരോൺ ബിനോയ്, സിരീഷ്ണ,
സിരീഷിനെ കാണുന്നില്ല കേട്ടാ. ഭാവയാമി, ദേവപ്രിയ. അങ്ങനെ ഇരിക്കും, എന്നാലേ കാണത്തുള്ളൂ ടീച്ചറിന്റെ മുഖം. കണ്ടേ? നൈജൽ, ഓക്കെ. അഭിരാമി, നഹല, ഏഞ്ചൽ, വിയോണ, അനയ റോസ്, അനയനെ വിളിച്ചതാ അല്ലേ? ക്രിസ്റ്റോ ജോൺ, സിരീഷനെ വിളിച്ചതാണേ മിസ്. ഹാൻഡ്സ് ഡൗൺ. എന്തെങ്കിലും പറയാനുണ്ടോ സിരീഷിനേക്ക്? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ആരോമൽ, സിരീഷ്ന, എന്താ മോള് എന്താ പറഞ്ഞേ? ബർത്ത്ഡേ ആണോ? ഓക്കെ, മിസ് നാളെ വിഷ് ചെയ്യാട്ടോ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. സുന്ദരിയായിട്ട് വരണേ നാളെ. മിസ് നോക്കിക്കോളാം. ഓക്കെ. ആരോമൽ, അവേദ്യ. മിസ് ഇപ്പൊ ചോദിക്കാവേ, മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. ഗൗരി നന്ദ, പാർവണ, ധ്യാൻ, അയോൺ സാബിൻ. വിളിച്ചതാണോ അയോണിനെ? എന്താ പണി? ഷമീൽ, ക്രിസ്റ്റി. എല്ലാരെയും വിളിച്ചില്ലേ മിസ്? ഓക്കെ. എടുത്തത് ബിറ്റ്വീൻ നമ്പേഴ്സ് ആയിരുന്നു അല്ലേ? ഇന്നെടുത്തത് എന്തായിരുന്നു? ബിറ്റ്വീൻ നമ്പേഴ്സ് ആയിരുന്നു അല്ലേ? എല്ലാരും നല്ല വൃത്തിക്ക് പഠിക്കുക. നെക്സ്റ്റ് ട്യൂസ്ഡേ നമ്മുടെ ലെസൺ എല്ലാം തീർന്നു. ഇനി 51 തൊട്ട് 100 വരെയുള്ള സ്പെല്ലിംഗ് ആണ് പഠിക്കാനുള്ളത്. അത് അമ്നനെ വിളിച്ചതാ, ആദ്യം വിളിച്ചായിരുന്നു മിസ്. അമ്ന ഫാത്തിമ. യെസ്. ഭവികേനെ വിളിച്ചില്ലല്ലേ? വിളിച്ചല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ആ സർക്കിളിന് മാത്രം കൊടുക്കാവുള്ളൂ. വഴി കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്? അന്നേരം ആ സർക്കിളിന് മാത്രം കളർ കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇനി ശ്രദ്ധിക്ക്, മിസ് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. അവിടെ എഴുതി വെച്ചോ. അമ്മേനോട് പറ അവിടെ എഴുതി വെച്ചോളാൻ. നെക്സ്റ്റ് ട്യൂസ്ഡേ 1 to 80 നമ്പേഴ്സ് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. കാണാതെ എഴുതിപ്പിക്കും. ക്ലാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണാതെ എഴുതിപ്പിക്കും. പിന്നെ ONE 1 തൊട്ട് 1 to 10 സ്പെല്ലിംഗ് TEN വരെ എഴുതിപ്പിക്കും. നെക്സ്റ്റ് ട്യൂസ്ഡേ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. 1 തൊട്ട് 8. എന്തോ ഇഷാനെ? ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നുണ്ടോ ഇപ്പം? Okay, listen. First listen here.
Hold your pen. Okay. Next Tuesday 1 തൊട്ട് 80 numbers ആണ്. 1 to 80 numbers class test ഉണ്ടെന്നാണ് മിസ് പറഞ്ഞത്. കേട്ടോ ഇപ്പം. നെക്സ്റ്റ് സ്പെല്ലിങ്സ് 1 to 10 സ്പെല്ലിങ്സും. ഓക്കെ, എഴുതി വെച്ചോണം. നെക്സ്റ്റ് ട്യൂസ്ഡേ എനിക്കറിയത്തില്ല മിസ്സേ എന്ന് പറഞ്ഞേക്കരുത്. ഫുള്ള് ശരിയായിരിക്കണം. നമ്മൾ 1 to 80 വരെയാണ് നമ്പേഴ്സ് പഠിച്ചത്. സ്പെല്ലിങ്സ് 50 വരെയാണ് പഠിച്ചത് അല്ലെ. 51 തൊട്ട് പഠിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ പേജ് നമ്പർ 48 നമ്മൾ ചെയ്യാത്തത്. ഈ പേജ് നമ്മൾ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ? നമ്മൾ സ്പെല്ലിംഗ് പഠിച്ചിട്ടില്ല. 15 തൊട്ട് 100 വരെയുള്ള സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഈ പേജ് ചെയ്യാത്തത്. കേട്ടോ? അടുത്ത് നമുക്ക് സമയമുണ്ടെങ്കിൽ 51 തൊട്ട് 80 നമ്പേഴ്സ് വരെ പഠിപ്പിക്കാം. കേട്ടോ? നെക്സ്റ്റ് ട്യൂസ്ഡേ നമ്മൾക്ക് ST ഉണ്ട്, ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. അത് പഠിച്ചിട്ട് വരിക. ഓക്കെ, എല്ലാരും റെഡി അല്ലേ? അല്ലേ? അതിന്റെ ക്ലാസ് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ക്ലാസ് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞോ നൈജലെ? നൈജലിന് എവിടെയോ പോകാനുണ്ട്, അതാ ഇത്ര തിരക്ക് അല്ലേ നൈജലെ? നമുക്ക് ക്ലാസ് ടൈം കഴിഞ്ഞില്ല, കുറച്ചു നേരം കൂടെ ഉണ്ട്. ഇവർക്ക് കളി ആരായിരുന്നു? ഗോഡ്വിനാ? പ്ലീസ് അൺമ്യൂട്ട്. ഞാൻ മ്യൂട്ട് ആക്കി. ഗോഡ്വിന് വെറും കളിയാ മിസ്സേ, വെറും കളിയാ. അപ്പൊ കളിക്കാൻ പോണ തിരക്കാ ഇവർക്ക്. ആണല്ലേ? വൈകുന്നേരം അല്ലേ? മഴയല്ലേ വരുന്നേ? മഴയാണ്. കളിക്കാൻ പോയിക്കോട്ടോ. എഴുത്തെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ ഒത്തിരി നേരമൊന്നും കളിക്കണ്ട. ഇപ്പൊ എല്ലാ അസുഖങ്ങളെല്ലാം അല്ലേ, ഇതിനെ കളിക്കാൻ പോകുന്ന. ഒത്തിരി നേരമൊന്നും കളിക്കാൻ പോകണ്ട കേട്ടോ. മഴയൊന്നും നനയണ്ട അധികം. ഇപ്പൊ ജലദോഷം വന്നാലൊക്കെ എന്നാണ്? കൊറോണയാന്ന് പറയും നമുക്കെല്ലാം അല്ലേ? മഴയൊന്നും കൊള്ളരുത്. ഓക്കെ, എല്ലാവരും നല്ല വൃത്തിക്ക് പഠിക്കുക കേട്ടോ. നമ്മുടെ ടൈം ഏകദേശം കഴിയാനായി. ബൈ ബൈ all of you. See you in the next class. Okay, bye. See you. Thank you. Okay, welcome. Bye. See you. Okay.